കുഞ്ഞ ഒരു കൃഷിയാണ് കേട്ടോ. വലിയ കൃഷിയൊക്കെ ഉള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്കിത് ഉണ്ടായി കാണുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഇതൊരു സാമ്പാർ കഷ്ണം വാങ്ങിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു വഴുതനങ്ങയുടെ വിത്ത് ഞാൻ ഇങ്ങനെ മുറിക്കാൻ കിട്ടുന്നില്ല എൻ്റെ അമ്മ, പൊട്ടിച്ചെടുക്കാം. വഴുതനങ്ങയുടെ വിത്ത് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് അതുമ്മന്ന് കിട്ടിയതാണ്. ഭയങ്കര സ്ട്രോങ് അതിൻ്റെ തണ്ട് കിട്ടിപ്പോയി. ഇതേ കണ്ട, അമ്പോ അടിപൊളി സാധനം എന്നെ ഓടിയുണ്ട്. ഇതേ ഒരെണ്ണം ഉണ്ടായി. പിന്നെ അതിൻ്റെ ഇടയിലുണ്ട് കണ്ട കുഞ്ഞു കുഞ്ഞു ഇതുകളുണ്ട് കണ്ട. ഞാൻ അപ്പുറത്തുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെ മുറിക്കാനായിട്ട്. ഇവിടെ ഉണ്ടായിരുന്നു വേണ്ട. ഇത് പക്ഷെ ഇത്തിരി മണി ആവണുണ്ട്. എന്നാലും ഒരെണ്ണം കൂടി ഉണ്ടായാലും ഒരു ഉപ്പേരിക്കും. രണ്ടെണ്ണം ഇതൊന്നും കൂടി ആവണം തോന്നില്ല. വേദന എടുക്കാണ്ട് മുറിക്കട്ടെ. നാളെ സുന്ദരി മുളകിനെ കണ്ട, സുന്ദരി മുളകിനെ എന്താ ഇത് കണ്ട. ഇതുപോലെ ഇതിൻ്റെ അടിയിലാണ് ഈ ടൈപ്പ് മുളക് നിങ്ങൾ ഇങ്ങനെ അടിയിലാണ് ഉണ്ടായി നിൽക്കുക കണ്ട. ഇത് കുറേ വട്ടം ഒരു അവശതയിലേക്ക് പോയതായിരുന്നു. അപ്പോഴൊക്കെ അതിനെ ഓരോന്നൊക്കെ തെളിച്ച് അതിൻ്റെ കീടങ്ങളൊക്കെ ഓടിപ്പിച്ചിട്ട് രക്ഷപ്പെടുത്തിയതാ. ഇടയിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്താ പെയിൻറ്റ് ബക്കറ്റിൽ നട്ട പീച്ചിങ്ങയുടെ തൈയാണത്. അതിനൊന്ന് നോക്ക്, ഇത് ഇത്രയ്ക്കായിട്ടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഹൈറ്റായി. പക്ഷെ അതുമേലെ കണ്ട കുഞ്ഞ് പീച്ചിങ് കണ്ട, ഇത്രയ്ക്കായിട്ടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ അധികം വലിപ്പമായിട്ടില്ല. പക്ഷെ ഇതേ കമ്പിൽ കണ്ട. അതുപോലെ ഇതേ ഇവിടെ കണ്ട എന്ത് ഭംഗിയാ നോക്കിയേ. ഇത് അതാണ് ഭയങ്കര ഇഷ്ടത്തോടുകൂടി. ഇത് കോവയ്ക്കയുടെ തൈയാണ്. അതും ഒരു പെയിൻറ്റ് ബക്കറ്റിലാണ് നട്ടിട്ടുള്ളത്. സ്ഥലമില്ല അധികം നടാനായിട്ട്, ഒട്ടും സ്ഥലമില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റ് ബക്കറ്റിൽ നട്ടതാ. പിന്നെ ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിന കുറേയൊക്കെ മുറിച്ചു. 1-2 പേർക്കൊക്കെ കുറച്ചധികം മുറിച്ച് കൊടുത്തു. അതിന് അവർക്ക് നടാനായിട്ടും പിന്നെ ഉപയോഗിക്കാനായിട്ടും. പിന്നെ ഇത് നമ്മുടെ തക്കാളിക്കുട്ടൻ കണ്ട. ഇത് നിറയെ പൂട്ടതിൻ്റെ തക്കാളി. ഇത് നമ്മുടെ ചാക്കിൽ നട്ട ചേമ്പാണ്. നമ്മൾ ചേമ്പ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. കാരണം മണ്ണധികം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റും പിന്നെ ചപ്പ് ചവറുകളും ഒക്കെ ചാക്കിലാക്കിയിട്ടാണ് അതിൽ ചേമ്പ് നട്ടത്. പക്ഷെ അത് തണ്ട് മുറിച്ചിട്ട് നമുക്ക് കറി വയ്ക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നട്ടത്. പക്ഷെ കുഴപ്പമില്ലാണ്ട് ഉണ്ടായി വരുന്നുണ്ട് ചേമ്പ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒന്ന് ഒരു പുഴുവിരിക്കുന്നു.